സ്പോട്ട് ലൈവ് തുടരുന്നു. ന്യൂമാഹി ഇരട്ടക്കൊലക്കേസിൽ മുഴുവൻ പ്രതികളെയും വെറുതെ വിട്ടു. കൊടി സുനിയും മുഹമ്മദ് ഷാഫിയും അടക്കം 14 CPM പ്രവർത്തകരെയാണ് കോടതി വെറുതെ വിട്ടത്. 2010 മെയ്യിൽ RSS പ്രവർത്തകരായ ഷിനോജിനെയും വിജിത്തിനെയും കൊലപ്പെടുത്തിയ കേസിലാണ് തലശ്ശേരി കോടതിയുടെ വിധി. പ്രതികൾക്കെതിരെ ചുമത്തിയ കുറ്റം തെളിയിക്കാനായില്ലെന്നും പ്രതികൾക്ക് കേസിൽ നേരിട്ട് പങ്കില്ലെന്ന് കണ്ടെത്തിയാണ് കോടതിയുടെ നടപടി. ഇരട്ടക്കൊലപാതകം എന്നുള്ള നിലക്ക് പൊതുവെ ഹൈലി സെൻസേഷനുമായി ഈ കേസിൽ ഹാജരാക്കിയ സാക്ഷികളും തെളിവുകളും വ്യാജമാണ് എന്ന് ബഹുമാനപ്പെട്ട കോടതി വിഭാഗം തുറന്നു കാണിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് പ്രതിഭാഗത്തിന് ഈ കാര്യത്തിൽ പറയാൻ. നമ്മുടെ കോടതികൾ കൂടുതൽ വൈബ്രൻ്റ് ആകുന്നു എന്നുള്ളത് തെളിയിക്കുന്നതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ഇത്. കള്ള സാക്ഷികളെയും തെളിവുകളെയും ഹാജരാക്കിയാൽ രാഷ്ട്രീയ എതിരാളികളെ ജയിലടക്കാമെന്നുള്ള ആ വ്യാമോഹത്തിൽ എതിരാണ്, അതിനേറ്റ തിരിച്ചടിയാണ്. അതുകൊണ്ട് വളരെ നറുപാല് പോലെ ശുദ്ധമായ തെളിവുകൾ മാത്രം കോടതിയിൽ ഹാജരാക്കി അത് പരിശോധിച്ച് തിരിച്ചറിയാനാണ് കോടതി താല്പര്യപ്പെടുന്നത് എന്നുള്ളത് ഈ ഇന്നത്തെ വിധി കൊണ്ട് കാണാൻ വേണ്ടി കഴിയും. വിശദാംശങ്ങളുമായി KV ബൈജു ചേരുന്നുണ്ട്. ബൈജു, ഏറെ പ്രമാദമായ രാഷ്ട്രീയ കൊലപാതകം. പക്ഷെ ഇവിടെ മുഴുവൻ പ്രതികളെയും കൊടി സുനി ഉൾപ്പെടെയുള്ള 14 പ്രതികളെയും കോടതി വെറുതെ വിട്ടിരിക്കുന്നു. എവിടെയാണ് വീഴ്ച സംഭവിച്ചത്? പ്രോസിക്യൂഷന്റെ ഭാഗത്ത് അതോ അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തോ? ടോമെ, അതായത് പ്രമാദമായ ഈ കേസിൽ 15 വർഷത്തിന് ശേഷമാണ് ഇത്തരത്തിലൊരു വിധി വരുന്നത്. അത് ടോം സൂചിപ്പിച്ചതുപോലെ തന്നെ മുഴുവൻ പ്രതികളെയും വെറുതെ വിട്ടുകൊണ്ടുള്ള ഒരു വിധി. അതായത് കേസിൽ 16 പ്രതികളാണ് മൊത്തം ഉണ്ടായിരുന്നത്. അതിൽ 2 പ്രതികൾ ഈ വിചാരണ നടക്കുന്ന ഘട്ടത്തിൽ തന്നെ മരണപ്പെടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അങ്ങനെ 14 പ്രതികളാണ് നിലവിലുണ്ടായിരുന്നത്. അതായത് TP ചന്ദ്രശേഖരൻ വധക്കേസിൽ ജയിൽ ശിക്ഷ അനുഭവിക്കുന്ന കൊടി സുനി, ഷാഫി, ഷിനോജ് ഉൾപ്പെടെ 14 പ്രതികളെയും കോടതി വെറുതെ വിട്ടിരിക്കുന്നു. തലശ്ശേരി അഡീഷണൽ സെഷൻസ് കോടതിയാണ് ഇത്തരത്തിൽ ഒരു വിധി പ്രസ്താവിച്ചത്. ഇതിൽ പ്രധാനമായും കോടതി ചൂണ്ടിക്കാട്ടിയത് ഈ സംഭവത്തിൽ ഇവർക്കെതിരെ പ്രതികൾക്കെതിരെയുള്ള തെളിവുകൾ കൃത്യമായി ഹാജരാക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞിട്ടില്ല എന്നാണ്. ഇത് ഒരു പട്ടാപ്പകൽ, അതായത് 11 മണിക്കാണ് ഇത്തരത്തിലുള്ള ഒരു കൊലപാതകം നടക്കുന്നത്. ബൈക്കിൽ വരികയായിരുന്ന ഇവർക്ക് നേരെ ബോംബ് എറിയുകയും പിന്നീട് ഇവർ രക്ഷപ്പെടാനായി തൊട്ടടുത്തുള്ള ഒരു ആട് ഫാമിലേക്ക് ഓടിക്കയറുകയും അവിടെ ഇട്ട് വെട്ടിക്കൊലപ്പെടുത്തുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. അങ്ങനെ വലിയ പ്രമാദമായ ഒരു കേസ്, ഇരട്ട കൊലപാതകം നടന്ന ഒരു കേസ്, അതിലാണിപ്പോൾ CPM പ്രവർത്തകരായ മുഴുവൻ പേരെയും വെറുതെ വിട്ടുകൊണ്ടുള്ള ഒരു വിധി വന്നിരിക്കുന്നത്. ഇതിൽ പ്രോസിക്യൂഷന്റെ ഭാഗത്തുനിന്ന് ഇപ്പോൾ ഏറ്റവും ഒടുവിലായി പറയുന്നത് ഇതിൽ അപ്പീൽ പോകുമെന്നാണ്. പക്ഷേ ഇത് സംബന്ധിച്ചിടത്തോളം, ഇവരെ സംബന്ധിച്ചിടത്തോളം, പ്രോസിക്യൂഷനെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടിയാണ് ഇതിൽ ഉണ്ടായിരിക്കുന്നത്. കാരണം ഇതിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇതിൽ CK ശ്രീധരനായിരുന്നു പ്രതിഭാഗത്തിന് വേണ്ടി ഹാജരായത് എന്നാണ്. അതായത് ഈ കൊടി സുനി ഉൾപ്പെടെയുള്ളവർക്ക് വേണ്ടി TP ചന്ദ്രശേഖരൻ കേസിൽ അവരെ ശിക്ഷിക്കാൻ വേണ്ടി സ്പെഷ്യൽ പ്രോസിക്യൂട്ടറായി ഉണ്ടായിരുന്ന CK ശ്രീധരൻ ഈ കേസാകുമ്പോഴേക്കും പിന്നീട് CPMലേക്ക് മാറുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അങ്ങനെ ഈ കേസിലെ പ്രതികൾക്ക് വേണ്ടി ഹാജരായ അഭിഭാഷകനായി CK ശ്രീധരൻ മാറുന്നൊരു സാഹചര്യമായി ഉണ്ടായത്. എന്തായാലും ഈ CK ശ്രീധരൻ വ്യക്തമാക്കിയത് തന്നെയാണ്, ഇതിൽ കള്ള സാക്ഷികളെ ഈ പ്രോസിക്യൂഷൻ ഹാജരാക്കിയെന്നാണ് പ്രധാനമായും പറഞ്ഞത്. ഇവർക്കെതിരെ, പ്രതികൾക്കെതിരെയുള്ള ഒരു തെളിവും ഇവർക്ക് തെളിയിക്കാൻ ഈ കോടതിയിൽ സാധിച്ചിട്ടില്ല എന്നും CK ശ്രീധരൻ പറയുന്ന സാഹചര്യം ഉണ്ടായി. ഏതായാലും ഈ കൊടി സുനി ഉൾപ്പെടെ ഇന്ന് ഇവിടെ എത്തിയിരുന്നു. ഇവർ തിരിച്ചു പോകുമ്പോൾ വലിയ സന്തോഷത്തിലായിരുന്നു. ഇവരുടെ CPM പ്രവർത്തകരൊക്കെ ഇവിടെ എത്തിയിരുന്നു, ഈ ഒരു വിധി കേൾക്കാൻ വേണ്ടി എത്തിയിരുന്നു. എന്തായാലും ഇങ്ങനെ വെറുതെ വിടും, അല്ലെങ്കിൽ മുഴുവൻ പ്രതികളെയും വെറുതെ വിടുമെന്ന് ഒരു പ്രതീക്ഷ ഈ പ്രോസിക്യൂഷനെ സംബന്ധിച്ചോളം ഉണ്ടായിരുന്നില്ല. പക്ഷേ വിധി ഈ രീതിയിലാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അതോടൊപ്പം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പറയേണ്ടത്, ഈ കൊടി സുനി ഈ കേസിൽ നേരത്തെ ഈ വിചാരണ ജനുവരി 22-നാണ് ഇതിൽ വിചാരണ ആരംഭിച്ചത്. ആ വിചാരണ വേളയിൽ കൊടി സുനി ഇവിടെ എത്തുമ്പോൾ ഒരു ഹോട്ടലിൽ നിന്നും പരസ്യമായി മദ്യപിക്കുന്ന ഒരു ദൃശ്യം, CCTV ദൃശ്യമൊക്കെ പുറത്തു വന്നതാണ്. അത് അത്തരത്തിൽ വലിയ വിവാദമായിരുന്നു ഈ ഒരു കേസിൽ. അതുകൊണ്ട് തന്നെ പിന്നീട് ഇയാളെ ഓൺലൈനായാണ് ഈ കൊടി സുനി ഹാജരാകുന്ന സാഹചര്യം ഉണ്ടായത്. എന്തായാലും ഈ കേസിൽ അപ്പീൽ പോകാൻ ഇപ്പോൾ പ്രോസിക്യൂഷൻ തീരുമാനിച്ചിട്ടുണ്ട്. അത്തരത്തിൽ മുന്നോട്ട് പോകുമെന്നാണ് പറയുന്നത്. BJP പ്രവർത്തകരാണ്, RSS BJP പ്രവർത്തകരാണ് ഈ കൊല്ലപ്പെട്ട വിജിത്തും അതുപോലെ തന്നെ ഷിനോജും. 2010 മെയ് 28-ന് പുലർച്ചെ 11 മണിയോടുകൂടിയാണ് ഇത്തരത്തിലൊരു കൊലപാതകം നടന്നത്. അതും ന്യൂമാഹി ദേശീയപാതയിലൂടെ യാത്ര ചെയ്യുന്ന സമയത്ത് ഒരു കോടതി കേസുമായി ബന്ധപ്പെട്ട് അവിടെ നിന്നും പോയി തിരിച്ചു
വരുന്ന സമയത്തായിരുന്നു ഇത്തരത്തിലൊരു ആക്രമണം ഉണ്ടായത്. ഇതേ തുടർന്ന് വലിയ സംഘർഷവും കണ്ണൂരിൽ വലിയ തോതിൽ അന്ന് സംഘർഷമൊക്കെ ഉണ്ടായ ഒരു കേസിലാണ് ഇപ്പോൾ ഇത്തരത്തിൽ മുഴുവൻ പ്രതികളെയും വെറുതെ വിട്ടുകൊണ്ടുള്ള ഒരു കോടതി വിധി വന്നിരിക്കുന്നത്. ഏതായാലും ഈ അപ്പീൽ പോകുന്ന ഒരു സാഹചര്യം പ്രോസിക്യൂഷന്റെ ഭാഗത്തുനിന്നുണ്ട് എന്ന് പറയുമ്പോഴും അതിൽ എത്ര സാധ്യതയുണ്ട് എന്നത് ഇനി കണ്ടറിയണം. കൊടീശ്വരൻ ഉൾപ്പെടെയുള്ളവരെ തിരിച്ച് ജയിലിലേക്ക് കൊണ്ടുവന്ന സാഹചര്യമാണ് ഉണ്ടായത്. അതായത് ടി പി ചന്ദ്രശേഖരൻ കേസിൽ ഇപ്പോൾ ഷാഫിയും ഷിനോജും അതുപോലെ തന്നെ കൊടീശ്വരനും ജയിൽ ശിക്ഷ അനുഭവിക്കുകയാണ്. തിരിച്ചവരെ ഇവിടെ നിന്നും അല്പസമയം മുമ്പാണ് ഇവരെ RSS BJP നേതാക്കളുടെ പ്രതികരണം പുറത്തു വന്നിട്ടുണ്ടോ ബൈജു? ടോമി, അത്തരത്തിൽ പ്രതികരണം പുറത്തു വന്നിട്ടില്ല. ഇതിൽ പ്രോസിക്യൂട്ടർ ഭാഗത്തുനിന്നുള്ള പ്രേംരാജ് എന്ന് പറയുന്ന പ്രോസിക്യൂട്ടർ ഭാഗത്തുനിന്നുള്ള പ്രതികരണം വന്നിട്ടുണ്ട്. ഇത് പരിശോധിക്കുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. കൂടാതെ അപ്പീലിന് പോകും എന്ന ഒരു പ്രതികരണം മാത്രമാണ് അദ്ദേഹം നൽകിയിരിക്കുന്നത്. കാരണം ഇങ്ങനെ ഒരു വിധി ഒരിക്കലും പ്രതീക്ഷിച്ചില്ല എന്ന് അദ്ദേഹം വ്യക്തമാക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. BJPയുടെയോ അല്ലെങ്കിൽ RSSന്റെയോ ഭാഗത്തു നിന്നും ഏതെങ്കിലും തരത്തിലുള്ള പ്രതികരണം ഇപ്പോൾ ലഭ്യമായിട്ടില്ല. അവർ അത്തരത്തിലുള്ള പ്രതികരണത്തിനൊന്നും ഇതുവരെ തയ്യാറായിട്ടില്ല. എന്നാലും വിധിയുടെ വിശദാംശങ്ങൾ, അതായത് പൂർണ്ണമായ വിശദാംശങ്ങൾ ഇതുവരെ ലഭിച്ചിട്ടില്ല. അത് ഒരുപക്ഷെ അത് പഠിച്ചതിന് ശേഷമായിരിക്കാം ഒരു പ്രതികരണം ഉണ്ടാവുക. എന്തായാലും ഇത് BJP RSSനെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടിയാണ്. ഇതിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ 2010 നടന്ന ഒരു കൊലപാതകം 15 വർഷത്തിന് ശേഷം വിധി വരുന്നു. അതായത് ഈ വർഷം ജനുവരി 24 ഇതിന്റെ വിചാരണ നടപടികൾ ആരംഭിച്ചത്. ജൂലൈയോടുകൂടി വിചാരണ നടപടികൾ പൂർത്തിയാക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ഇത്രത്തോളം നീണ്ട ഒരു വർഷത്തെ നിയമ പോരാട്ടം, അതിനൊടുവിലാണ് ഇത്തരത്തിലൊരു വിധി വന്നതും എന്നതും വളരെ ഗൗരവം ഈ കേസിനെ വർദ്ധിപ്പിക്കുന്നു. ഏതായാലും മുഴുവൻ പ്രതികളെയും വെറുതെ വിട്ടിരിക്കുന്നു. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ 16 പേരായിരുന്നു ഇതിൽ പ്രതികൾ. അതിൽ 2 പ്രതികൾ നേരത്തെ മരണപ്പെടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അങ്ങനെ 14 പ്രതികളെയും വെറുതെ വിട്ടുകൊണ്ടാണ് കോടതി കൊടീശ്വരൻ ഉൾപ്പെടെയുള്ള 14 പ്രതികളെയും കോടതി തെളിവുകളുടെ അഭാവത്തിൽ വെറുതെ വിട്ടിരിക്കുന്നത്. KV ബൈജു ആണ് വിവരങ്ങൾ നൽകിയത്.